തിരുവനന്തപുരം ജില്ലയിലെ ആനാട് കൃഷിഭവൻ പരിധിയിൽ തൻ്റെ 3.5 ഏക്കർ സ്ഥലത്ത് വാഴകൃഷിയും പച്ചക്കറി കൃഷിയും മരച്ചീനി കൃഷിയും മറ്റ് പല കൃഷികളുമായി കാർഷിക മേഖലയെ സമൃദ്ധമാക്കുന്ന ശേഖരൻ നായരുടെ അനുഭവങ്ങൾ ഇന്നത്തെ കൃഷി ദർശനിൽ നമുക്ക് കാണാം. വാഴക്കുലയ്ക്ക് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് ഓണക്കാലത്താണ്. ചിങ്ങമാസം തുടങ്ങുമ്പോൾ തന്നെ പച്ചക്കായ്ക്കും വാഴപ്പഴത്തിനും വില കൂടിക്കൊണ്ടിരിക്കും. ഓണവിപണി സജീവമായി വരുന്ന ഈ സമയത്ത് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശേഖരൻ നായരുടെ വാഴത്തോട്ടത്തിൽ ഏത്തൻ, പടറ്റി, റോബസ്റ്റ, പാളയംകോടൻ തുടങ്ങിയ ഇനങ്ങളാണ് ഈ വർഷത്തെ ഓണവിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്തിരിക്കുന്നത്. മൊത്തം 2500 വാഴകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഏത്ത വാഴകളാണ് അധികവും. കഴിഞ്ഞ 46 വർഷമായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോരുന്ന ശേഖരൻ നായർക്ക് തന്റെ വീടും മറ്റ് സമ്പാദ്യങ്ങളുമെല്ലാം കൃഷിപ്പണിയിലൂടെയാണ് നേടാൻ കഴിഞ്ഞത്. ഇപ്പം 2500ഓളം മൂട് വാഴ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾ സൂചിപ്പിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ ഇതിനെ ബാധിക്കാറുണ്ടോ? വിളനാശം ഉണ്ടാവാതിരിക്കാൻ ഞാൻ വേപ്പം മുണ്ണാക്കിൻ്റെ കുരു പൊടിച്ച് മണ്ടയിലിടും. എത്ര കാലമാകുമ്പോൾ? ഒരു 3 മാസം ആകുമ്പോൾ ഇതിൻ്റെ പോളയിലിടും. അതിനുശേഷം തീരെ തടപ്പുഴു ഉണ്ടെങ്കിൽ ഉപ്പ് പൊടിയിടും. അതായത് ജൈവ രീതിയിൽ പൂർണ്ണമായി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൃഷിയിൽ പ്രധാനമായും താങ്കൾ ജൈവ രീതി തന്നെയാണ് തന്നെ തുടക്കം മുതൽ അങ്ങനെയാണ്? തുടക്കം ആദ്യം മുതലേ അങ്ങനെയാണ്. ഈ ആനാട് കൃഷിഭവന്റെ പരിധിയിൽ താങ്കളെപ്പോലുള്ള പാരമ്പര്യ കർഷകർ എത്ര പേര് ഇത് പൂർണ്ണമായി ഈ കൃഷി കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്നുണ്ട്? കുറച്ച് പേരുണ്ട്. എല്ലാവർക്കും നഷ്ടം എന്നാണ് പറയുന്നത്. എനിക്ക് നഷ്ടമല്ല കൃഷി. അതിൽ താങ്കളിപ്പോൾ നഷ്ടമല്ല എന്ന് പറഞ്ഞു. താങ്കൾ പറയുന്നതനുസരിച്ച് നല്ലൊരു ലാഭം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയുന്നു എന്ന് താങ്കൾ കണക്കൂട്ടുന്നത്? ഞാൻ സ്വന്തമായി കൂടുതലും ചെയ്യും, അധ്വാനിക്കും. പിന്നെ എനിക്ക് വളം സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ്? മണ്ണര കമ്പോസ്റ്റ് ഉണ്ട്, ചാണകമുണ്ട്, എനിക്ക് പശുവുണ്ട്. അതിൻ്റെ പേരിൽ ഈ വളങ്ങളൊക്കെ വിലയ്ക്ക് വാങ്ങിക്കാതെ എനിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ വളങ്ങൾ സ്വന്തമായി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ലാഭകരമാണ്. കോഴിവളം മാത്രം ഞാൻ വെളിയിൽ നിന്ന് എടുക്കും. ഒരു ദിവസം എത്ര മണിക്കൂർ ഏകദേശം താങ്കൾ അധ്വാനിക്കുന്നുണ്ട്? ഒരു 5 മണിക്കൂറെങ്കിലും ഞാൻ ദിവസവും അധ്വാനിക്കും. 5 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും. ദിവസവും. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ 15 വയസ്സ് മുതൽ കൃഷി ചെയ്യുന്ന കർഷകനാണെന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ മറ്റു ജോലികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കുടുംബത്തിന്റെ എല്ലാ നിലയിലുള്ള മക്കളെ പഠിപ്പിച്ചതും അവരെ വിവാഹം കഴിച്ചയച്ചതും വീട് വെച്ചതും എല്ലാം കൃഷിപ്പണിയിൽ നിന്നാണ്. കൃഷിയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു തരത്തിലും ഇത് കൃഷി നഷ്ടമാണെന്ന് നോക്കി ചെയ്താൽ ഇത് നഷ്ടമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ താങ്കളുടെ പിതാവ് കർഷകനായിരുന്നു, താങ്കൾ പാരമ്പര്യമായി കൃഷിയിലേക്ക് വന്നു. ഇനിയിപ്പോൾ അടുത്ത തലമുറയിൽ ഈ കുടുംബത്തിൽ നിന്ന് കൃഷിയിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തിൽ കുറവാണ്, വലിയ താല്പര്യമില്ല അവരൊക്കെ. കാരണം എനിക്ക് ഇത് താല്പര്യമാണ്. എനിക്കിനി ഏതുവരെ ചെയ്യാൻ പറ്റുമോ അതുവരെ ഞാൻ കൃഷി ചെയ്യും. കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങൾ? കൃഷിഭവനിൽ എന്ത് പദ്ധതി വന്നാലും എന്നെ അറിയിക്കും. കൃഷി ഓഫീസർ എന്നെ അറിയിക്കും. അപ്പോഴും തന്നെ പോകും. വാഴ ഒടിഞ്ഞപ്പോഴത്തേക്ക് വന്നു, അവർ വന്ന് നോക്കി അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു, ഫോട്ടോ എടുത്ത് കൊടുത്തു. അവർ വന്ന് നോക്കിയിട്ട് പോയി. അതിനെല്ലാം വളരെ എനിക്ക് അനുകൂലമായുള്ള രീതിയിലാണ് കൃഷി ഓഫീസറെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ താങ്കൾ ഒരു 15 വയസ്സ് മുതൽ കൃഷി ആരംഭിച്ചിട്ടുള്ള ഒരു കർഷകനാണ്. അന്നത്തെ കൃഷിപ്പണികൾ താങ്കൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ നമ്മുടെ ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥയും താങ്കൾ മനസ്സിലാക്കുന്നു. ഇത് രണ്ടും തമ്മിൽ എന്തൊരു മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇന്ന് കൃഷി നശിച്ചു പോയി. കൃഷിയിൽ താല്പര്യമില്ല ആക്കും. കാരണം എളുപ്പത്തിൽ കാശുണ്ടാക്കുന്ന വഴി വേറെ അന്വേഷിച്ച് പോയി. അതിൻ്റെ പേരിലാണ് കൃഷി പോയത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. പല പ്രാവശ്യം കൃഷിനാശമുണ്ടായിട്ടും ശേഖരൻ നായർ ഒരിക്കലും കൃഷിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, തനിക്ക് അറിയാവുന്ന കൃഷി അറിവുകൾ സ്കൂൾ കുട്ടികൾക്കും ചുറ്റുമുള്ള മറ്റ് കർഷക സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുവാനും അദ്ദേഹം എപ്പോഴും തയ്യാറാണ്. താങ്കൾ ഈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഒരു സീനിയർ കർഷകനാണ്. മറ്റ് ഇതിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള കർഷകർക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം താങ്കൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വാഴ നടാൻ സ്കൂളിൽ പച്ചക്കറി കൃഷിക്ക് ഞാനും കൂടെ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മറ്റ് കൃഷിക്കാർക്ക് എന്ത് സഹായവും അവരെ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ കോഴിവളം ഇറക്കുമ്പോൾ അവരെ കൂടെ കൊടുക്കുന്നുണ്ട്.
ഈ പച്ചക്കറി കൃഷിയെ പറ്റി താങ്കൾ എന്തൊക്കെ പച്ചക്കറികളാണ് ഉള്ളത് നിലവിൽ? പാവലുണ്ട്, ചീരയുണ്ട്, പയറുണ്ട്. ഇപ്പോൾ ഒരു ഇടയ്ക്ക് നമ്മൾ ഒരു കാലാവസ്ഥാ വ്യതിയാനം കണ്ടതാണ്, കുറെ കടുത്ത വേനലും കടുത്ത മഴയും. അപ്പൊ ആ കാലത്ത് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായോ? വന്നു കുറെ ഈ വിത്തുകളെല്ലാം 4 പ്രാവശ്യം നട്ടിട്ടും പച്ചക്കറി നശിച്ചുപോയി, ഒടിച്ചിട്ട് നശിച്ചുപോയി. പിന്നെ കുറെ വാഴ ഫസ്റ്റിൽ ഒടിഞ്ഞു പോയി. അപ്പോൾ വാഴ കൃഷിക്ക് ഈ തരത്തിലുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് ഏറ്റവും വലിയൊരു ദോഷം അല്ലേ? വലിയ കാറ്റ് വന്നാൽ പോകും. അപ്പോൾ അതിൽ വലിയ വ്യാപകമായ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? കുറേ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രതിഫലം കിട്ടുന്നതിനുള്ള നടപടികൾ അത് കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം കിട്ടാനുള്ള സഹായം എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പോൾ താങ്കൾ പച്ചക്കറി കൃഷിയെ പറ്റി പറഞ്ഞു, വാഴ കൃഷിയെ പറ്റി പറഞ്ഞു, അത് സമൃദ്ധമായി പോവുകയാണ്. മറ്റെന്തൊക്കെയുണ്ട്? മരച്ചീനി പോലെയുള്ള മരിച്ചീനിയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ എനിക്കൊരു പശുവുണ്ട്, 2 പശുവുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നോക്കണുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് വളത്തിന് മുട്ടില്ല. അപ്പോൾ ഈ വളം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ലാഭകരമെന്ന് താങ്കൾ ഒരു കണക്ക് കൂട്ടുന്നു. എങ്ങനെയാണ് മണ്ഡല കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്? മണ്ഡല കമ്പോസ്റ്റ് വാഴ തടയെല്ലാം വെട്ടി അറിഞ്ഞിട്ട് അതിൽ ചാണകം കലക്കി ഒഴിക്കും. പോയിട്ട് മാട് തിന്നുന്ന വേസ്റ്റുകളെല്ലാം വാരി അതിനകത്ത്. നല്ല വളമാണ് മണ്ഡല കമ്പോസ്റ്റ്. എനിക്ക് 3 ടാങ്കുണ്ട്, അതിലാണ് ഞാൻ ഇതുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ വളം ആവശ്യമായ വളം മുഴുവൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് താങ്കൾ പൂർണ്ണമായും കാർഷിക വൃത്തിയിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ നിന്നുള്ള ആവശ്യമായ സപ്പോർട്ട് എല്ലാം കിട്ടുന്നുണ്ട്. ഭാര്യ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മരുമോള്. എത്ര മക്കളാണ് താങ്കൾക്ക്? 2 മക്കൾ. അവര് കൃഷിപ്പണിയിൽ താല്പര്യമുള്ളവരാണോ? താല്പര്യം തന്നെ, എൻ്റെ കൂടെ നിൽക്കുമ്പോൾ താല്പര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അവരെ പഠിപ്പിച്ചതും ഈ ഒരു നിലവാരത്തിൽ എത്തിച്ചതും എല്ലാ കാര്യങ്ങളും താങ്കളെ കൃഷിയിൽ നിന്നുണ്ടായതാണ്. ശേഖരൻ നായരുടെ കൃഷിജോലികൾക്ക് എന്നും കൈത്താങ്ങായി ഭാര്യ ലളിതാംബിക കൂട്ടിനുണ്ട്. നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോൾ വാഴകൃഷിയും പച്ചക്കറി കൃഷിയുമായി വയലുകൾ മാറിയപ്പോഴും ഈ ദമ്പതികൾ ഒരുമിച്ച് കൃഷിയെ സ്നേഹിക്കുന്നു. എന്തൊക്കെ സഹായങ്ങളാണ് അമ്മ ചെയ്യുന്നത്? സഹായം ആദ്യമൊക്കെ ഞാൻ വളമിടാനൊക്കെ പോകുമ്പോഴും ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പം സുഖമില്ലാതായി. എനിക്ക് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഇപ്പം പോവില്ല. ഇപ്പോൾ അദ്ദേഹം 15 വയസ്സ് മുതൽ തന്നെ കൃഷി പണി ആരംഭിച്ച ഒരാളാണ്. അപ്പോൾ ഈ കാർഷിക പ്രവർത്തനം കൊണ്ട് തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ വന്നപ്പോഴേ കൃഷിയാണ്. അപ്പോൾ അമ്മയുടെ സ്വന്തം സ്ഥലം ഇവിടെയാണോ? അല്ല, ഇരിഞ്ചയം. അപ്പോൾ ഇവിടുത്തെ ഈ വളരെ കാലം കൊണ്ട് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ കണ്ട് പഠിച്ച്. അപ്പോൾ അന്നത്തെ കാലത്തെ ഇപ്പോഴും തമ്മിലുള്ള ഒരു അനുഭവം എങ്ങനെയാണ് അമ്മയ്ക്ക്? അന്നത്തെ കാലം നല്ല പുരോഗതി ഇപ്പോഴുണ്ട്. പക്ഷേ കൃഷിക്ക് ഒരു പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. കൃഷിക്ക് പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ വയലൊക്കെ ഉണ്ടായിരുന്നു. വയലിൽ പൂട്ടാനും ഒക്കെ പോകും. അതൊക്കെ ഞാനും കൂടെ വെളുപ്പാങ്കാലത്തേക്ക് കഴിച്ച് ചായയൊക്കെ ഇടണ്ടേ, അതൊക്കെ സഹായിച്ചു കൊടുക്കുമായിരുന്നു. അന്നത്തെ നെൽകൃഷിയുടെ എന്തൊക്കെ ഓർമ്മകളുണ്ട്? കൃഷി 10-20 വരെ നിലമൊക്കെ ഉണ്ടായിരുന്നു കൃഷി. അതത്രയും ഇവിടെ കൊണ്ട് ഒന്ന് അടിച്ചിട്ട് ഞാൻ തന്നെ. അന്ന് എനിക്ക് നല്ല ആരോഗ്യമുള്ള കാലമായിരുന്നു. പൂട്ടി നെല്ല് വാരിയിടുന്നതും എല്ലാം ചെയ്യുമായിരുന്നു. കറ്റടിക്കില്ല, നെല്ലൊക്കെ ഉണക്കാനൊക്കെ വാരിയിടും, തിരിച്ച് വാരിയിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഇങ്ങനെ വയ്യാതായതിന് ശേഷം ഒരു 5-6 വർഷം കൊണ്ട് അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യില്ല. ജോലി ചെയ്യാൻ പറ്റൂല. അപ്പോൾ അദ്ദേഹം വാഴകൃഷിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. വാഴകൃഷി, പച്ചക്കറി കൃഷി എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ശരിയായിട്ട് ഒരു വില ലഭിക്കുന്നുണ്ട് അല്ലേ? വില കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മക്കൾ ഇതിലേക്ക് പിന്നെ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടോ? കൂടുതൽ കൊച്ചായിരുന്നപ്പോഴും നല്ല ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. എല്ലാം 2 മോനും മോളും ഉണ്ട്. മോനും മോക്കും ഇഷ്ടമായിരുന്നു. അവർ കൂടെ പോയി അവർ വെള്ളം കോരാനും എല്ലാത്തിനും അവർ കൂടെ സഹായിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ വളർന്ന് പോയി. മോളെ വിവാഹമൊക്കെ കഴിഞ്ഞ് മോൻ ഇപ്പം ജോലി കിട്ടി അങ്ങനെ പോയി. ഇത്രയധികം വാഴക്കുലകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇത് വിറ്റഴിക്കാനുള്ള വിപണിയും കണ്ടെത്തേണ്ടതുണ്ട്. വേട്ടമ്പള്ളിയിൽ തന്നെയുള്ള കുടുംബശ്രീ വഴിയാണ് ശേഖരൻ നായർ തന്റെ വിളകൾ വിറ്റഴിക്കുന്നത്. കർഷകർക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? കർഷകരുടെ ഈ നാടൻ ഉൽപ്പന്നങ്ങൾ, ഏത്തക്ക, പടറ്റി, പയറ്, ചീര, ഇതെല്ലാം ഇവിടെ വന്ന് കളക്ട് ചെയ്ത് എൻ്റെ ഈ കുടുംബശ്രീ കട വഴിയാണ് വിറ്റഴിക്കുന്നത്. പിന്നെ ഞാൻ വളരെ റീസണബിളായ റേറ്റ് അവർക്ക് കൊടുക്കുന്നു. വേൾഡ് മാർക്കറ്റിൽ പിന്നെ നിലനിൽക്കുന്ന ദൈനംദിന മാർക്കറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് കടയിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം അവർക്ക് വിലയായി കൊടുക്കുന്നത്. അപ്പോൾ വിപണനത്തിനുള്ള സഹായമാണ് പ്രധാനമായും നൽകുന്നത്. അപ്പോൾ ഇവിടെ ഈ താങ്കളുടെ അനുഭവത്തിൽ ഈ ആനാട് ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ അവസ്ഥ ഇന്ന് എങ്ങനെയാണ്? കൂടുതൽ വിളവുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? അതേ കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും വളരെ വിഷമമുള്ള എന്തെങ്കിലും
പ്രശ്നം നേരിടുന്നുണ്ടോ? പ്രകൃതിയാ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് ഇവിടെ ധാരാളം കർഷകർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളേക്കാൾ പ്രഥമ സ്ഥാനം നമുക്ക് ആനാട് പഞ്ചായത്തിന് കൊടുക്കാം. ഇവിടെ ധാരാളം കർഷകർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നുമുണ്ട്. പക്ഷേ നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുമ്പോൾ അവരുടെ കൃഷിക്ക് നാശം വരികയും അങ്ങനെ കർഷകർ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വിപണനത്തിന് സഹായം ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഏജൻസികൾ ഇപ്പോൾ വേൾഡ് മാർക്കറ്റ് പോലെയുള്ള സഹായം അല്ലെങ്കിൽ ഈ VFCK പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഒപ്പം അവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി നല്ല വിലയ്ക്ക് ലഭ്യമായ മാക്സിമം വിലയ്ക്ക് വിറ്റഴിയുന്നതിനുള്ള സഹായമാണോ നൽകുന്നത്? അത്തരത്തിലുള്ള സഹായത്തിന് വേണ്ടി ഞാൻ സ്വയമേ തയ്യാറാവുന്നു. അങ്ങനെ വേൾഡ് മാർക്കറ്റ് പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാർഷിക പദ്ധതികൾ ധാരാളമുണ്ടല്ലോ പാവപ്പെട്ട കൃഷിക്കാരെ സഹായിക്കുന്ന. അപ്പോൾ അവരുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു കോർഡിനേറ്ററായി നിന്നുകൊണ്ട് ഈ കുടുംബശ്രീയെയും സഹായിക്കും, കർഷകരെയും സഹായിക്കാനാണ് എൻ്റെ ഈ ഓൾഡ് ഏജ് ഞാനിപ്പോൾ തയ്യാറാക്കി വരുന്നത്. ഇവിടുത്തെ കർഷകരെ സഹായിക്കാനായി ആനാട് പഞ്ചായത്ത് പല പദ്ധതികളും നടപ്പാക്കി വരുന്നു. നെൽകൃഷി കുറഞ്ഞു വരുന്നതിനാൽ വാഴയുൾപ്പെടെയുള്ള മറ്റ് കൃഷിവിളകൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത്. താങ്കളുടെ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുക അതിനകത്തുള്ള ഒരു പ്രമുഖ പാരമ്പര്യ കർഷകനാണ് നമ്മുടെ ശേഖരൻ നായർ. അദ്ദേഹത്തിന് എന്തൊക്കെ സഹായങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്? ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആനാട് കൃഷിഭവൻ മുഖേനയുള്ള എല്ലാത്തരം കൃഷികളിലെയും, കാരണം ഏറ്റവും മികച്ച കർഷകൻ എന്നുള്ള നിലയിൽ തന്നെ ആനാട് ഗ്രാമപഞ്ചായത്തിൽ ആനാട് കൃഷിഭവൻ മുഖാന്തരം ഏതൊരു പദ്ധതി നടപ്പിലാക്കിയാലും ആദ്യത്തെ ഒരു പരിഗണന ഇദ്ദേഹത്തിന് തന്നെയാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്കളെ പോലെയുള്ള ഗ്രാമപഞ്ചായത്ത് തങ്ങളുടെ പരിശ്രമ ഫലമായിട്ട് പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നുണ്ടോ? പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നതായിട്ടുള്ളൊരു കാഴ്ചയില്ല. കാരണം പാരമ്പര്യ കർഷകർ തന്നെയാണ് ഇപ്പോഴും ഈ മേഖലയിലേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വിപണന സംബന്ധമായിട്ട് നേരത്തെ ചില ആളുകൾ സൂചിപ്പിച്ചു. അപ്പോൾ നെടുമങ്ങാട് നമ്മുടെ ഒരു വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായങ്ങളാണ് ഈ കർഷകർക്ക് കിട്ടുന്നത്? താങ്കളുടെ ഒരു അഭിപ്രായം? വേൾഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഈ തദ്ദേശീയരായിട്ടുള്ള ഒരു കർഷകർക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും അതിനെ സംബന്ധിച്ചില്ല. കാരണം അതിന് തന്നെ എന്തുവരെ അതിപ്പോൾ അതിൻ്റെ പൂർണ്ണമായി ഫലപ്രാപ്തി എത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നും അതിൻ്റെ സ്റ്റാളുകൾക്ക് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും മറ്റും കൊണ്ടുവരുന്ന പച്ചക്കറികളാണ് ഇന്നും അവിടെ വിതരണം ചെയ്യുന്നത്. നമ്മുടെ തദ്ദേശീയരായിട്ടുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊന്നും തന്നെ അവിടെ ഇല്ല. പഞ്ചായത്ത് നിലവിൽ നടപ്പിലാക്കുന്ന കാർഷിക പദ്ധതികൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ നടപ്പിലാക്കി കൊടുക്കുന്ന പ്രധാനമായും മുൻതൂക്കം കൊടുക്കുന്നത് ഇപ്പോൾ കരുനെൽ കൃഷിയാണ്. ഏറ്റവും കൂടുതൽ തരിശുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ഇപ്പോഴത്തെ 2013-14 പ്രോജക്റ്റ് തന്നെ കരുനെൽ കൃഷിക്കാണ് പഞ്ചായത്ത് മുൻഗണന കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റ് വാഴക്കൃഷി, നമ്മൾ കർഷകരുടെ ബാക്കിയുള്ള തന്നെ ഇടവിള കൃഷി ഇപ്പോഴും പഞ്ചായത്ത് വരുന്നത്. പിന്നെ ഫലവൃക്ഷ വികസന പദ്ധതി ഈ വർഷത്തെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അവിടെ അതെല്ലാം തന്നെ കൃഷിഭവൻ നല്ല ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിജയകരമായിട്ടുള്ളത് ഇടവിള കൃഷിയാണ്. ഈ ചേനയും ചേമ്പും അങ്ങനെയുള്ള മഞ്ഞളും എല്ലാം തന്നെ ഇപ്പോൾ വളരെ നന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയായ ഈ പ്രദേശത്തെ കൃഷിവിളകൾ വിറ്റഴിക്കുന്നതിന് വലിയ പ്രയാസമില്ല. തൊട്ടടുത്ത് തന്നെ നെടുമങ്ങാട് അന്താരാഷ്ട്ര വിപണി പ്രവർത്തിക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ ധാരാളം പച്ചക്കറി മാർക്കറ്റുകൾ ചുറ്റുപാടുമുണ്ട്. എന്തായാലും എത്ര ഉൽപ്പന്നങ്ങളുണ്ടെങ്കിലും വിപണനം ഇവിടുത്തെ കർഷകർക്കൊരു പ്രശ്നമല്ല. ഒരുപാട് കാർഷിക വിളകൾ ഇവിടെ കർഷകർ, അധ്വാനശീലരായിട്ടുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് ശരിയായ വില ലഭിക്കുന്നതിന് വിപണനം നടത്തുന്നതിനുള്ള എന്തൊക്കെ പദ്ധതികളുണ്ട്? വിപണനം ഇവിടെ കൂടുതലും ഇവർ ലോക്കൽ മാർക്കറ്റുകളിൽ തന്നെയാണ് കൊടുക്കുന്നത്. ലോക്കൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇവർ ഏറ്റവും കൂടുതലും ഇപ്പോൾ കർഷകരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിറ്റ് പോകാൻ വലിയ പ്രയാസമൊന്നും അനുഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നെടുമങ്ങാട് തന്നെ മാർക്കറ്റുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റുണ്ട് നെടുമങ്ങാട്. അവിടെ നമുക്ക് ബുധനും വെള്ളിയും ലേലം നടക്കുന്നുണ്ട്. അവിടെ കൊണ്ടു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് ഇവിടെ വന്ന ഒരു പോയിന്റിലെല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ലേലമുണ്ട്. അവരൊരു തറ വില നിശ്ചയിച്ച് ന്യായമായ വില കിട്ടുന്നുണ്ട്. ഇപ്പോൾ തൊഴിലാളി കർമ്മസേന പോലെയുള്ള പല പദ്ധതികളും മറ്റ് പല കൃഷിഭവനുകളിലും ഉണ്ട്. ഇവിടെ തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പദ്ധതി എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ തൊഴിലാളികളുടെ ക്ഷാമം നല്ല വിധം നേരിടുന്നുണ്ട്. ഇപ്പോൾ നെൽകൃഷിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത് അഭിമുഖീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ 2012-13 സാമ്പത്തിക വർഷം അവസാനം തൊഴിൽ സേന രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് രജിസ്ട്രേഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ശരിയായിട്ട് ഈ ഗവൺമെൻറ്റിൽ നിന്ന് കാലാകാലങ്ങളിൽ നമ്മുടെ കർഷകർക്ക് വേണ്ടി ലഭ്യമാക്കുന്ന എല്ലാ ഫണ്ടും വാങ്ങിക്കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ? എല്ലാം നടക്കുന്നുണ്ട്. എല്ലാ വിളകൾക്കായാലും നമുക്ക് ഇപ്പോൾ ആനുകൂല്യം നൽകുന്നതിനായിട്ട് സബ്സിഡി സ്കീമുകൾ വരുന്നുണ്ട് കൃഷി വകുപ്പ്. ശ്രീ ശേഖരൻ നായരെ പോലുള്ള പാരമ്പര്യ കർഷകർ ഈ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്.
പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നുണ്ടോ? ഇവിടെ എങ്ങനെയാണ് മാഡത്തിൻ്റെ അനുഭവം? പുതിയ തലമുറ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്, എൻ്റെ അനുഭവത്തിൽ നെൽകൃഷിയിലേക്ക് കൂടുതലും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തയ്യാറായ ഒരുപാട് യുവാക്കൾ തയ്യാറാണ്. പക്ഷേ ഇവിടെ സ്ഥലം കിട്ടാത്ത ഒരു വിഷമമുണ്ട്. കാരണം വാഴ, പച്ചക്കറി അതുപോലെയുള്ള വിളകൾക്ക് നാം കൊടുക്കുന്ന ധനസഹായം നെൽകൃഷിക്ക് കിട്ടുന്നില്ല. നെൽകൃഷിക്ക് ചെലവ് കൂടുതലാണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യം ഒട്ടും അവർക്ക് അർഹത ഉള്ള അത്രയും കിട്ടുന്നില്ല. അത് കാരണം ആൾക്കാർ പിന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ യുവാക്കൾക്ക് നെൽകൃഷിയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. ഞങ്ങളങ്ങനെ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസണിൽ 4ഓളം പേര് ഇതുപോലെ പാട്ടത്തിന് 1.5 ഏക്കറോളം സ്ഥലത്ത് പുതുതായിട്ട് കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു നെൽകൃഷി. കൃഷിനാശം ഉൾപ്പെടെയുള്ള കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടുത്തെ കൃഷിഭവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു. കൂടാതെ പുതിയ ചില പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇനിയും നടപ്പിലാക്കണം എന്നുദ്ദേശിക്കുന്ന കൃഷിഭവൻ ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? പുതിയ പദ്ധതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നേരത്തെ ഒരു നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം മാർക്കറ്റിലേക്ക് ഇപ്പോൾ നമ്മളൊരു 25ഓളം പേരെയാണ് ഇവിടെ നമ്മൾ അംഗങ്ങളാക്കി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരെ അങ്ങോട്ടേക്ക് അംഗങ്ങളാക്കി ചേർക്കുക, അവരുടെ വിപണനത്തിന് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത് തൊഴിൽസേന രജിസ്റ്റർ ചെയ്ത് അത് എത്രയും വേഗം അത് പ്രവർത്തനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇപ്പം തൊഴിലാളി ക്ഷാമമാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതൊന്ന് പരിഹരിച്ചാൽ തന്നെ വിപണനവും കൂടി ഒന്ന് സുഗമമാക്കിയാൽ ഇവിടെ കൃഷിക്കാർ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ 46 വർഷമായി കൃഷിയെ ഉപാസിച്ചു പോരുന്ന ശേഖരൻ നായർക്ക് പുതിയ കാലത്തെ കൃഷിയെക്കുറിച്ചും കൃഷിഭവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നല്ല അഭിപ്രായമാണുള്ളത്. പുതിയ തലമുറ ഈ കൃഷിയിലേക്ക് വരുന്നില്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തൊരു മെസ്സേജാണ് താങ്കൾക്ക് കൊടുക്കാനുള്ളത്? കാരണം ഈ ഒരു കൃഷിപ്പണി കൊണ്ട് മാത്രം ഉപജീവനം നടത്തി ജീവിതം വിജയിച്ച ഒരാളാണ് താങ്കൾ. അപ്പൊ എന്ത് ഒരു മെസ്സേജ്, ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട്? അവർ വേറെ എന്ത് പണിക്ക് പോയാലും ഉള്ള സമയത്ത് കുറച്ച് കൃഷിയെങ്കിലും സ്വന്തം ആവശ്യത്തിനെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മളെ നാട് നശിക്കും. അസുഖങ്ങൾ കൂടുന്ന കാരണം ഇതൊക്കെയാണ്, വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നേരത്തെ താങ്കൾ ഇപ്പോൾ വിപണനത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ശരിയായ ഒരു വിപണിയിൽ ഇത് എത്താത്തത് കൊണ്ട് നമുക്ക് ശരിയായ വില ലഭിക്കുന്നില്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഏത്തനും പടറ്റിയെ പറ്റി താങ്കൾ സമൃദ്ധമായി കൃഷി ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഏത്തൻ എത്ര രൂപയാണ് നിലവിൽ വില? ഇപ്പൊ നിലവിൽ 50 രൂപ. 50 രൂപ. പടറ്റിയോ? 35 രൂപയുണ്ട്. 35 രൂപയാണ്. അപ്പോൾ നേരത്തെ ഏത്തന്റെ കാര്യം പറഞ്ഞു 120 രൂപ നമ്മൾ മുടക്കിയാൽ 300 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് നമുക്ക് പ്രതിഫലം കിട്ടും. ഈ പടറ്റിയുടെ അവസ്ഥ എങ്ങനെയാണ്? പടറ്റി അങ്ങനെ തന്നെയാണ്. അതിന് 120 രൂപ വരെയാണ്. 100 രൂപ. പടറ്റിക്ക് ഏത്തന്റെ ചെലവും കുറവാണ്, അതിനും ചെലവ് കുറവാണ്. ഈ അതിന് രോഗാണുക്കൾ ഒന്നും നശിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. ഏറ്റവും പിടിച്ചു നിൽക്കുന്ന നമ്മളെ കാലാവസ്ഥയെ പിടിച്ചിരിക്കുന്ന പടറ്റിയാണ്. കാറ്റടിച്ച ഒടിയില്ല, നല്ല ആരോഗ്യമുള്ള വാഴ. അത്രയും പൊങ്ങാറില്ല. അപ്പൊ ഏത്തൻ ഈ കാലത്ത് താങ്കൾക്ക് ഒരുപാട് ഏത്തന്റെ നാശനഷ്ടം വന്നോ? കുറച്ച് ഒരു 100-120 മോള് പോയി. അത്രയും പോയി. വേറെ വെച്ചു. വേറെ അവിടെ പച്ചക്കറി ചെയ്തിരിക്കുകയാണ്. ഈ കൃഷി സ്ഥലത്തേക്ക് ഇപ്പൊ 3.5 ഏക്കറോളം വാഴ കൃഷിയും മറ്റ് പച്ചക്കറി കൃഷികളും എല്ലാം ഉണ്ട്. ഈ ഏരിയയിലേക്കുള്ള ഈ ജലസേചന സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ജലസേചന സൗകര്യം നേരത്തെ ഈ വേനൽക്കാലത്ത് കുറവായിരുന്നു. മഴ കിട്ടിയതിന് ശേഷം ഉള്ള വെള്ളം നമ്മളവിടെ നിർത്തി, ചാല് കോരി നിർത്തി, മോട്ടറുണ്ട്, അത് വെച്ചടിച്ച്, അല്ലെങ്കിൽ വേറെ കോഴികളിൽ നിന്ന് അടിച്ച് ഞാൻ അതിൽ കൊണ്ട് നിർത്തും. മണ്ണെണ്ണ മോട്ടർ എനിക്കുണ്ട്. അപ്പോൾ ഈ മോട്ടർ മറ്റും വാങ്ങുന്നതിന് ഒരു സഹായം കിട്ടിയിട്ടുണ്ട്? ഒരു മോട്ടർ വാങ്ങിക്കുന്നതിന് കൃഷി ഓഫീസർ മുഖാന്തരം ഒരു സഹായം തന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ജലസേചനത്തിനൊരു കുളത്തിൻ്റെ ഒരു 10,000 രൂപ എനിക്ക് തന്നിട്ടുണ്ട് ഈ വേനൽക്കാലത്ത്. അപ്പോൾ താങ്കൾ ഇത്രയും നേരം പറഞ്ഞതനുസരിച്ച് കൃഷി ഒരു നഷ്ടമല്ല. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൃഷി ഒരു നഷ്ടമല്ല. ഇനിയും അതായത് നമ്മൾ കാർഷിക മേഖല കുറയുന്നു, അല്ലെങ്കിൽ കൃഷി ഏരിയ കുറയുന്നു, കൃഷി പണിക്കാർ കുറയുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇനിയും അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സ്വർണം വിളയിക്കാം എന്നൊരു അനുഭവമാണ് താങ്കൾക്ക് ഉണ്ട്. തീർച്ചയായും. അപ്പൊ ഇനിയിപ്പോ ഓണക്കാലം വരികയാണ്. ഈ ഓണക്കാലത്തെ പച്ചക്കറി വിളകൾ എന്തൊക്കെയുണ്ട് താങ്കൾക്ക് വിപണിയിൽ എത്തിക്കാൻ? എനിക്ക് വെള്ളരിയുണ്ട്, പടവലം, പാവല്, കൊലകളുണ്ട്, 2 പടറ്റിയുണ്ട്, ഏത്തനുമുണ്ട്. അപ്പോൾ അതെല്ലാം വിളവെടുക്കുന്നതിനുള്ള കാലമായി, വിളവെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിന് ആവശ്യമായ ഇത് എത്ര രൂപയുടെ ഒരു വിപണനം നടക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഏകദേശം ഓണക്കാലത്ത്? ഓണക്കാലത്ത് ഏറ്റവും കുറഞ്ഞ ഒരു 50,000 രൂപ
അതിനുള്ള വിളവുകൾ ഉണ്ട്, തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും താങ്കളുടെ ജീവിതകാലം മുഴുവൻ ഈ അധ്വാനിച്ച് ഈ 5 മണിക്കൂറാണ് താങ്കൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ അധ്വാനം, താങ്കളെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം മറ്റ് ചെറുപ്പക്കാർക്ക് ഇതിലേക്ക് കൃഷിപ്പണിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഒരു മാതൃകയാവട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ താങ്കളുടെ ഭാഗത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൃഷിയെ ജീവൽ സ്പന്ദനമായി കരുതുന്ന ഒരു കർഷകന്റെ ഹൃദയസ്പർശിയായ ജീവിതകഥയാണ് നാം കണ്ടത്. ഇതിലൂടെ കൃഷി നഷ്ടമല്ല, ലാഭം തന്നെയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അധ്വാനമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് കാട്ടിത്തരികയാണ് ശേഖരൻ നായരെ പോലെയുള്ള പാരമ്പര്യ കർഷകർ. നമുക്കും അദ്ദേഹത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാം. അതുവഴി നമ്മുടെ കേരളം വീണ്ടും കാർഷിക കേരളമായി മാറട്ടെ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക പോളിടെക്നിക്കുകൾ തുടങ്ങാൻ കേരള കാർഷിക സർവകലാശാലയുടെ ശുപാർശ. ശുദ്ധജല കാർപ്പ് മത്സ്യങ്ങളുടെ പ്രജനനവും വിത്തുൽപാദനവും സെമിനാർ. കാർഷിക വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലും കാർഷിക പോളിടെക്നിക്കുകൾ തുടങ്ങാൻ കേരള കാർഷിക സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ ശുപാർശ ചെയ്തു. കാർഷിക യന്ത്രവൽക്കരണവും ആധുനിക കൃഷി സങ്കേതങ്ങളും പ്രചാരത്തിലേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണിത്. പദ്ധതി നിർദ്ദേശം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ പോളിടെക്നിക്കുകൾ യാഥാർത്ഥ്യമാകുമെന്ന് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ അറിയിച്ചു. കേരള വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തി പൗൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴി, കാട, ടർക്കി, അലങ്കാരക്കോഴി, ഗിനിക്കോഴി, മുട്ടകൾ, കോഴിവളം എന്നിവ ലഭ്യമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും വിൽക്കുന്നുണ്ട്. 100-ലേറെ കോഴികളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ മണ്ണുത്തിയിലെ വിൽപ്പന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ വിശദ വിവരങ്ങൾ ലഭിക്കും. ഫോൺ നമ്പർ 0487237178. എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം ശുദ്ധജല കാർപ്പ് മത്സ്യങ്ങളുടെ പ്രജനനവും വിത്തുൽപാദനവും എന്ന വിഷയത്തിൽ ഈ മാസം 30-ന് ശില്പശാല സംഘടിപ്പിക്കുന്നു. കോതമംഗലം മലയങ്കീഴ് സംസ്കാര ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് ശില്പശാല ആരംഭിക്കും. നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ബഷീർ VS ആണ് ശില്പശാല നയിക്കുന്നത്. താൽപ്പര്യമുള്ളവർക്ക് 9447993980 എന്ന നമ്പറിൽ ഈ മാസം 28-ന് മുൻപ് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9447993980. കർഷക നൂതന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരം വെൺപാലവട്ടത്തുള്ള സമേതി ഹാളിൽ കർഷക ശാസ്ത്രജ്ഞ സംഗമവും പ്രദർശനവും നടത്തുന്നു. എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കണ്ടുപിടുത്തങ്ങൾ സംസ്ഥാനതല സാങ്കേതിക വിദഗ്ധരുടെ മുൻപിൽ അവതരിപ്പിക്കുകയും പൊതുപ്രദർശനത്തിന് വയ്ക്കുകയും ചെയ്യും. കമുകിൽ കയറാതെ നിലത്ത് നിന്ന് അടയ്ക്ക പറിക്കാൻ സൗകര്യപ്രദമായ ഒരു ലഘുയന്ത്രം വികസിപ്പിച്ചെടുത്തു. വണ്ടർ ക്ലൈംബർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ യന്ത്രം വികസിപ്പിച്ചത് കോഴിക്കോട് മായനാട് സ്വദേശിയായ പ്രകാശൻ തട്ടാരിയാണ്. ഈ യന്ത്രം മരുന്ന് തളിക്കാനും ഉപയോഗിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9946417434. ഇനി കർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ മുഞ്ഞ, ഇലപ്പേൻ, മീലിമുട്ട, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെ നിയന്ത്രിക്കുന്ന ഫലപ്രദമായ മിത്രക്കുമിളാണ് വെർട്ടിസീലിയം. പൊടി രൂപത്തിലുള്ള ഈ ജൈവനാശിനി കീടബാധയുടെ ആരംഭദശയിൽ തളിച്ചാൽ ഫലപ്രദമാണ്. ഇതിന് ഏകദേശം 15-20 ഗ്രാം വെർട്ടിസീലിയം പൊടി 1 ലിറ്റർ വെള്ളത്തിൽ അരിച്ചെടുക്കണം. കുമിൾക്കണികകൾ ലായനിയിൽ അടിയാതിരിക്കാൻ ടീപോൾ, ട്വിൻ 18 തുടങ്ങിയവയോ 1 ലിറ്ററിന് 5 ഗ്രാം എന്ന തോതിൽ ബാർ സോപ്പോ ലയിപ്പിക്കണം. കീടാക്രമണം കണ്ടു തുടങ്ങുമ്പോൾ ഒരാഴ്ചത്തെ ഇടവേളയിൽ ഇത് തളിക്കണം. കാർഷിക സർവകലാശാലയിലെ ബയോ കൺട്രോൾ ലാബിൽ വെർട്ടിസീലിയം ലഭ്യമാണ്. ഫോൺ നമ്പർ
0487248470. കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 18,450 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 18,150 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 7,700 രൂപ. കോപ്ര ക്വിൻ്റലിന് 5,800 രൂപ. കുരുമുളക് ക്വിൻ്റലിന് 40,300 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1000-ന് 6,500 രൂപ. നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 8,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 42,300 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 40,300 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 39,800 രൂപ. വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 40,500 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 5,550 രൂപ. തളിപ്പറമ്പ് 5,200 രൂപ. കാസർഗോഡ് 4,400 രൂപ. വെളിച്ചെണ്ണ. കണ്ണൂർ ക്വിൻ്റലിന് 8,600 രൂപ. കോട്ടയം 8,300 രൂപ. ആലപ്പുഴ 7,700 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.6, 24. കൊച്ചി 30.8, 24.2. ആലപ്പുഴ 30, 24.8. പുനലൂർ 32.2, 22.9. തിരുവനന്തപുരം 32.5, 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.